ഇസ്രായേൽ ഏറ്റവും അധികം ഭയക്കേണ്ട രാജ്യം ഏതാണ്? സംശയമില്ല, ഇറാൻ തന്നെ. സൈനിക ശക്തിയായി ഇറാൻ ഉയർന്നു വരികയാണ്. റഷ്യയുടെ അകമഴിഞ്ഞ സഹായം ഇറാൻ്റെ കരുത്താണ്. ഇപ്പോഴിതാ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇറാനിൽ നിന്ന് വരുന്നത്. അടുത്തിടെ ഗ്രേറ്റ് പ്രോഫിറ്റ് 19 എന്ന പേരിൽ ഇറാൻ മിലിറ്ററി ഡ്രിൽ നടത്തിയിരുന്നു. അമേരിക്കയുമായുള്ള സംഘർഷം വളരുന്നതിനിടെയാണ് ഇറാൻ ഡ്രിൽ നടത്തിയത്. ഈ സൈനികാഭ്യാസത്തിനിടെ അത്യധികം മാരകമായൊരു ഡ്രോൺ ഇറാൻ അവതരിപ്പിച്ചു. ഈ ഡ്രോണിൻ്റെ പേരാണ് ഏറ്റവും ശ്രദ്ധേയം. ഗസ എന്നാണ് ഡ്രോണിൻ്റെ പേര്. കരുത്തുറ്റ പേലോഡ് ശേഷിയും ദീർഘദൂരവും ഒക്കെയായി ഗസയെ ജനുവരി 26-നാണ് വിന്യസിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഘടിപ്പിച്ച പുതിയ മിസൈലുകളും US യുദ്ധക്കപ്പലുകളിൽ ലക്ഷ്യമിടാൻ ശേഷിയുള്ള കപ്പലുകളും ഇറാൻ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ ഡ്രോണിൻ്റെ വിന്യാസവും ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി തിരിച്ചെത്തിയതോടെ US-ഉമായുള്ള സംഘർഷം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നാലെയാണ് ഇറാൻ പലതരം ആയുധങ്ങൾ പുറത്തിറക്കിയത്. പുതിയ ഡ്രോണിൻ്റെ പേര് തന്നെ US-നെയും ഇസ്രായേലിനെയും അമ്പരപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഈ പേരിൽ നിന്ന് ഇറാൻ്റെ ലക്ഷ്യം എന്തെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് ഗസയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഗസയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് ആ പ്രദേശത്തെ വൃത്തിയുള്ളതാക്കാൻ അത്യാവശ്യമാണെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഈജിപ്തും ജോർദാനും അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗസ പ്രതിസന്ധി വർഷങ്ങളായി തുടരുന്നതാണ്. മേഖലയെ പൂർണ്ണമായി നശിപ്പിച്ചു. ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും ചെയ്തു. അഭയാർത്ഥികളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സമാധാനത്തോടെ ജീവിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിയാൽ US അവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിൻ്റെ പ്രസ്താവനയെ ഹമാസ് ശക്തമായി എതിർത്തിട്ടുണ്ട്. ഗസയിൽ നിന്ന് പലസ്തീനികളെ കുടിയിറക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹമാസ് വ്യക്തമാക്കി. ട്രംപിൻ്റെ ഈ വിവാദ പ്രസ്താവന വന്നതിന് ശേഷമാണ് പുതിയ ആയുധങ്ങൾ നിരത്തി ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനിടെ ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് കൃത്യം ഒരാഴ്ച പിന്നിടുന്നു. അതിനിടയിലാണ് ഇസ്രായേൽ കരാർ ലംഘിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. വടക്കൻ ഗസയിലെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച പലസ്തീനികൾക്ക് നേരെയാണ് ഇസ്രായേൽ സേന വെടിയുതിർത്തത്. വടക്കൻ ഗസയിലേക്ക് തിരിച്ചു വരാനായി ആയിരക്കണക്കിന് പലസ്തീനികളാണ് അൽ റാഷിദ് സ്ട്രീറ്റിൽ കാത്തിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം വടക്കൻ ഗസ മുനമ്പിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ മടങ്ങാനിരിക്കെയാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടത്. വെടിവയ്പിൽ 2 പലസ്തീൻകാർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച മുതൽ ഇസ്രായേൽ സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ 12 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം അറിയിച്ചിരുന്നു. ഗസയിൽ ആക്രമണം തുടരാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. ഹമാസുമായുള്ള 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പരാജയമായാൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. 15 മാസത്തിൽ 47,000 ഗസ നിവാസികളെ കൊന്നൊടുക്കിയ ആക്രമണത്തിന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് താൽക്കാലിക വിരാമമുണ്ടായത്.